നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്താ ഞാൻ ആ വീഡിയോ ആരെയും കാണിക്കില്ല. മാറി നിൽക്ക് ദീപക്. നീ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തന്നെ എനിക്ക് അസഹനീയമാ. ആണോ? ഞാൻ രാജുന്റെ വീട്ടിലുണ്ട്. ചേച്ചി, ഞാൻ ഇവിടെ ട്യൂഷൻ എടുത്തോണ്ടിരിക്കുക. ശരി. നിനക്ക് ട്യൂഷൻ എടുക്കാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. ചേട്ടാ, ഞാൻ പിന്നെ പോയി എവിടെ ഇരിക്കാനാ? രമ്യ, നിനക്ക് നിന്റെ വീട്ടിൽ പോയി ഇതൊക്കെ ചെയ്യാൻ പാടില്ലേ? ആ, അത് ശരി. ഇത് പിന്നെ ആരുടെ വീടാ? ഇതും എന്റെ വീടല്ലേ? ഇവിടെ താമസിക്കുന്നതിനാണ് ഞാൻ മാസം മാസം വാടക തരുന്നത്. അപ്പോ ഈ വീടിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം അവകാശവും എനിക്കാണ്. മനസ്സിലായോ? ആഹാ, ഈ വീടിന്റെ മുൻപിൽ വന്നിരുന്നേ എനിക്ക് സാരി വാങ്ങാൻ പാടില്ലെന്ന് എഗ്രിമെന്റിലുണ്ടോ? ഇല്ലല്ലോ. ചേട്ടാ, ഇത് വലിയ തൊല്ലായല്ലോ. തൊല്ലയാവാൻ പോകുന്നേ ഉള്ളൂ. കാണിച്ചു തരാം. എന്തിനാ രമ്യ ഞങ്ങളോട് വരാൻ പറഞ്ഞത്? ആ, അതെ ചേച്ചി, നോക്കിക്കേ, നല്ല ഉഗ്ര സാരികളാ. ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോ. അതിന് ഞങ്ങളുടെ കയ്യിൽ എവിടെന്നാ മോളെ കാശ്? അതെന്ത് വർത്താനാ ചേച്ചി? കാശൊക്കെ ഞാൻ കൊടുക്കൂലേ? ചേച്ചി ആവശ്യത്തിനുള്ള സാരി വാങ്ങിച്ചോ. ദേ, എല്ലാരും വാങ്ങിച്ചോ. ആ, ഉള്ളതാണോ? പൈസയൊക്കെ മോള് കൊടുക്കോ? പിന്നെ രവിപ്പിള്ളയുടെ മോളല്ലേ, കയ്യിൽ പൂത്ത കാശ് കാണും. നീ എല്ലാവർക്കും സാരി വാങ്ങിച്ചു കൊടുക്കാൻ പോവാണോ? ആ, ദേ, എല്ലാരും ഇരിക്കും. രമ്യ, അതിങ്ങ് തന്നെ. ഇത് 450 രൂപ. ഇനി ട്യൂഷൻ എടുക്കുന്നൊന്ന് കാണട്ടെ. ചേച്ചി, അത് നോക്ക്, അത് നല്ലതാ. 1000 രൂപ. ഓ, ഇത് കൊള്ളാലേ. ഇതെത്രയാ? ആ, ഇത് 750. മാഡം, ചന്ത തുടങ്ങിയതുകൊണ്ട് ഇനി ഇവിടെ ട്യൂഷൻ നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. ചേച്ചി, ഞാൻ എന്റെ മുറിയിലേക്ക് പോവാ. ദൈവത്തെ ഓർത്ത് അവിടെ വന്ന് എന്നെ ആരും ശല്യം ചെയ്യരുത്. ആ, നീ എങ്ങോട്ടെങ്കിലും പോ. കൊള്ളാല്ലേ? മാഡം, വരും മാഡം, അകത്ത് പോ. ഇതെല്ലാം സാരി കൊള്ളാല്ലേ? ദാ, ഇത് നോക്ക്. നോക്കട്ടെ. നല്ലതല്ലേ? ദേ, ഏ, അത് നന്നായിട്ടുണ്ട്. കൊള്ളാം. ദാ, ഇതോടെ നോക്കി. ദാ, നോക്ക്. അതിങ്ങെടുത്തേ. നല്ലതാ. പ്രിയേച്ചി, ഞാൻ രാജുവിന്റെ മുറി വൃത്തിയാക്കി അവിടെ പുതിയ ബെഡ്ഷീറ്റും കർട്ടനും ഒക്കെ ഇട്ടതേ ഇവളെ ആ മുറിയെ കയറ്റി ട്യൂഷൻ എടുപ്പിക്കാനാണോ? ആ, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? ചേച്ചി വാ, നമുക്ക് ചോദിക്കാം. അവൻ പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ. ഞാനിനി അകത്തേക്ക് കൂടി വന്നാ അവൻ എന്നെ വഴക്കു പറയും. ഞാനേ വരുന്നില്ല, നീ വേണേ പൊയ്ക്കോ. ഞാൻ ഈ സാരികളൊക്കെ ഒന്ന് നോക്കട്ടെ. ചേച്ചി ചേച്ചി, കാര്യം കഴിഞ്ഞപ്പോ സ്വഭാവം മാറി. ഞാൻ പോവാ. കൊള്ളാല്ലേ? വാവ്, ചെറിയ മുറിയാണെങ്കിലും നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്റെ മുറി ഇങ്ങനെ ആയിരുന്നില്ല മാഡം. ഇതാരും ഇങ്ങനെ മാറ്റിയത്? ഞാനാ. പിന്നെ വന്നോ? ഒരു ബോർഡിന്റെയും കുറച്ച് ചോക്ക് പീസിന്റെയും ഒരു ഡസ്റ്ററിന്റെയും കൂടി കുറവേ ഇനി ഈ മുറിക്കുള്ളൂ. അതിനെന്താ, പെട്ടെന്ന് തന്നെ അതും കൂടി ഞാൻ അറേഞ്ച് ചെയ്തു തരാം. ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. തൽക്കാലം ഞാനേ ഒരുപാട് നന്ദികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് തന്നെ ഇപ്പോഴേ കുറേയേറെ നന്ദി എനിക്ക് കിട്ടി. രമ്യ, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നത് ഇയാളുടെ തൊഴിലാണെന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും ഞാൻ തന്ന നന്ദി വരവായിരിക്കട്ടെ. അയ്യോ, ഞാനിപ്പോഴേ പോക്കുവരവ് നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അയ്യോ, കഷ്ടായിപ്പോയി. ആണോ? സാരമില്ല, ഞാനേ അങ്ങ് സഹിച്ചു. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടുപേരും കൂടെ എന്റെ ചെവി പൊട്ടിക്കുമെന്ന് തോന്നുന്നുണ്ടല്ലോ. രമ്യ, നീ സാരി വാങ്ങിക്കാനല്ലേ നാട്ടുകാരെല്ലാം വിളിച്ചു കൂട്ടിയത്? പോയി സാരി വാങ്ങി എല്ലാവർക്കും കൊടുക്ക. എനിക്ക് രതിക മാഡത്തിനെ പഠിപ്പിക്കാൻ ഒരുപാടുണ്ട്. മാഡം, ബുക്ക് എടുക്കും മാഡം.
നിനക്കുള്ള പണി ഞാൻ തരാടി വെള്ളപ്പാറ്റെ. നീ എവിടെ പോയി രാജുവിന്റെ കൂടെ ട്യൂഷൻ ഇരുന്നാലും നിന്നെ ഞാൻ ശല്യം ചെയ്യും. എന്താ പോകുന്നില്ലേ? ഓ പോവാ. മാഡം മാഡം ഇരിക്കുക, നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ എവിടെയാ നിർത്തിയത് മാഡം? രാജു ഒറ്റ മിനിറ്റേ, ഞാൻ ഈ മെസ്സേജ് ഒന്ന് നോക്കിക്കോട്ടെ. ചിലപ്പോ അപ്പു ആയിരിക്കും. ദീപകിന്റെ മെസ്സേജ് ആണല്ലോ. ഈശ്വര, ഇത് വലിയ പ്രശ്നമാവൂലോ. എന്താ മാഡം, എന്തു പറ്റി? മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. എന്തിന്? അപ്പോ ട്യൂഷൻ? ട്യൂഷനൊക്കെ ഇനി നാളെ മതി. എനിക്ക് അത്യാവശ്യമായിട്ട് പോണം. മാഡം എന്തു പറ്റി മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. മാഡം ഞാൻ കൊണ്ടാക്കാം. വേണ്ട രാജു, വേണ്ട, ഞാൻ പൊയ്ക്കോളാം. ഋതിക മാഡത്തിന് ഇത് എന്തു പറ്റി? എന്താ ഇവൾക്ക് വരാൻ ഇത്ര താമസം? വേഗം വാ മോളെ. ആഹാ, ഋതുമോളോ? മോള് വന്നോ? എന്നോടൊന്ന് സംസാരിക്കാൻ പോലും താല്പര്യമില്ലാത്ത നീ ഞാൻ വിളിച്ചപ്പോ ദേ ഓടി വന്നിരിക്കുന്നു. ഹോ, മഹാത്ഭുതം എന്നൊക്കെ പറയുന്നത് ഇതാണ്. നീ എപ്പോഴാ അച്ഛന്റെ മുറിയിൽ ഞാൻ കയറിയത് വീഡിയോ എടുത്തത്? നീ എന്തിനാ ആ വീഡിയോ എനിക്ക് അയച്ചത്? നീ ഇത് വേറെ ആർക്കെങ്കിലും അയച്ചു കൊടുത്തോ? പെടയ്ക്കാതെടി മോളെ. ചേട്ടൻ ആദ്യം നിന്നെ ശരിക്കൊന്ന് കാണട്ടെ. നീ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്താ ഞാൻ ആ വീഡിയോ ആരെയും കാണിക്കില്ല. മാറി നിൽക്ക് ദീപക്. നീ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് തന്നെ എനിക്ക് അസഹനീയമാ. ആണോ? എങ്കി മോള് എന്റെ അടുത്തേക്കൊന്ന് ചേർന്ന് നിൽക്ക്. അയച്ചു തന്ന വീഡിയോയുടെ ബാക്കി ഞാൻ കാണിക്കാം. ഇപ്പൊ നിനക്ക് അസഹനീയതയൊക്കെ മാറിയോ? നീ വീഡിയോ കാണിക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.